അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെയും രാവിലെ ഇറങ്ങി റെഡിയായി ഇറങ്ങി. നമ്മൾ വേറെ കുറേ ദൂരമുള്ള ടൗണിലാണ് പോകണേ. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. 2.5 മണിക്കൂർ ഒരു 3-4 ബസ് മാറി കയറി പോകണം. അത് മാത്രമേ എനിക്കറിയാം. ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് കണ്ടുപിടിച്ച് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇന്ന് ആക്ച്വലി ഇവിടെ ഭയങ്കര ഇന്ന് മൊത്തം ഇങ്ങനെ മഴക്കാറ് വെച്ച് നിൽക്കുക. മഴ പെയ്യില്ലെന്നാണ് മാപ്പിൽ ഇതിൽ കാണിക്കുന്നത്, വെതറിൽ കാണിക്കുന്നത്. പക്ഷേ നോക്കാം. പക്ഷെ തണുപ്പൊന്നുമില്ല അല്ലേ. 12 to 17 ഡിഗ്രിയാണ്. അതുകൊണ്ട് നോട്ട് ടു കോൾഡ്. പിന്നെ ഇവിടെ കാറ്റൊന്നുമില്ല അധികം. ഒരിടത്ത് ഞങ്ങളങ്ങനെ ബസ്സിലൊക്കെ കയറി. നമ്മൾ താമസിക്കുന്നതിൻ്റെ അവിടെ നിന്ന് 2 സ്റ്റോപ്പുള്ളൂ ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ അവിടെ നിന്ന് വേറൊരു ബസ് എടുത്ത് ഇതുപോലെ 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ബസ് എടുത്ത് 1 മണിക്കൂർ അങ്ങനെ ട്രാവൽ ചെയ്യണം. 1-2 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഞങ്ങളങ്ങനെ ബസ്സിൽ കയറി വന്നിറങ്ങി. ആദ്യം ചോദിച്ച ബസ് തന്നെ ഇങ്ങോട്ട് പോകണമായിരുന്നു. നാഷണൽ എക്സ്പ്രസ് പോലത്തെ ബസ്സാണ്. എത്ര 20 യൂറോ 2 പേർ കൂടി. 1.5 മണിക്കൂറുണ്ട് കേട്ടോ. 4 സ്റ്റോപ്പാണുള്ളൂ, പക്ഷേ 1.5 മണിക്കൂറുണ്ട്. അതൊരു ഭയങ്കര സംഭവമായി പോയി. അതിലിറങ്ങി വന്നു. എന്നിട്ട് 2 ദിവസത്തേക്ക് വഴിയുണ്ട് അപ്പുറത്തേക്ക്. എന്നിട്ട് ഇവിടെയായിരുന്നു ബസ് കിടന്നത്. ഈ പുറകോട്ട് എടുത്തിരിക്കുക. ചുമ്മാ ആദ്യം വന്ന ആളോട് ഞാൻ അപ്പുറത്ത് പോകുന്നതിന് പകരം ജസ്റ്റ് ഇപ്പുറത്ത് വന്നിട്ട് ആദ്യം കണ്ട ബസ്സുകാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറയും ഇത് തന്നെയാണ് വണ്ടിയെന്ന്. അതൊരു സെറ്റപ്പായിരുന്നു. ഇനി കുറച്ച് എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്. നല്ല ഞങ്ങൾ ഏറ്റവും പുറകിലിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ സീറ്റാട്ടോ. USB Type-C ഉണ്ട്. ഒരു സെക്കൻഡ് കുറച്ച് ഞാൻ ടെൻഷൻ അടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ ഇറങ്ങി. എന്റെ പൊന്നെ എന്ന് പറയണ്ട. പെട്രാവുസ്കോജി എന്ന് പറഞ്ഞ സ്റ്റോപ്പ് നമ്മളെ എന്നിട്ടിരിക്കുക. ഇനി ആക്ച്വലി ഇതാ ഇവിടെ ലിഡിലുണ്ട്. കിനീസി ലിഡ്. ആക്ച്വലി വെയിറ്റ് മിനിറ്റ്. ഇനി ഇവിടുത്തെ ലോക്കൽ ബസ് എടുക്കണം. അതെവിടെയാണെന്നുള്ളതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വലി അത് പുറകോട്ട് നടന്നിട്ട് ഇങ്ങോട്ട് കണ്ടു പോകണം എന്ന് തോന്നുന്നു. നോക്കട്ടെ, മാപ്പ് പോകട്ടെ. അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ കണ്ടു സൈഡിലേക്കാണ് പോകേണ്ടത്. ഇത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഓടി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു അമ്മാമ്മയൊക്കെ വന്നിട്ടുണ്ട്. അമ്മാമ്മ നല്ല കൂളായിട്ടാണ് വരണേ. സ്ലോയിലാണ്. ഇത് നമ്പർ 1. ഇതാണ് ബസ് ഇവിടുത്തെ. പക്ഷേ ഓടി വേണേ ക്രോസ് ചെയ്തോ. അല്ല, 10-ഉം 11-ഉം നമുക്ക് എനിക്ക് തോന്നണേ. അവിടെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പം അങ്ങോട്ട് പോവാം. ഇതുണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ പുറത്ത് ഇലക്ട്രിക് ലൈൻസ് ഉണ്ടോ. ഇതിലാണ് ഇവിടുത്തെ ബസ്സുകൾ ഓടണത്. ഞങ്ങളിങ്ങനെ 10A എന്ന് പറഞ്ഞ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ബസ് അടിപൊളിയാണ്. വിലക്കുറവുണ്ടോ ഈ സിറ്റിയിൽ. ഇത് ബേസിക്കലി വില്നിയസ് പോലത്തെ വേറൊരു സിറ്റിയാണ്. വില്നിയസ് ക്യാപിറ്റലും ഇത് ക്യാപിറ്റലല്ല. ഇവിടെ 1 മണിക്കൂറിന് ട്രാവൽ ചെയ്ത 1 യൂറോ ഉള്ളൂ. മറ്റേടത്ത് 1.25 സൂപ്പർ ലൈറ്റ്. അപ്പം ഞങ്ങളങ്ങനെ ഇതിന് കോണോപ്പിലിസ് എന്നാണ് പറയുന്നത്. കോണോപ്പിലിസിൽ വന്ന് ഇറങ്ങി ബസ്. ഞങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് ഇതൊരു അക്കി എന്നാ വാ ഓടിപ്പോണെങ്കിൽ നമുക്കിപ്പോൾ പോവാം. അവിടെ ഇവിടെ നിൽക്ക. ഇല്ലില്ല, ലെറ്റ്സ് ഗോ. ഓടി ഞങ്ങൾ ക്രോസ് ചെയ്തു ഇപ്പുറത്തേക്ക്. ഞങ്ങൾ ഇക്കി പോയിട്ട് എന്തെങ്കിലും സ്നാക്സ് മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് പോവാം. ഞങ്ങളിവിടെ കുറച്ച് കൂൺ കണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂൺ.
ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റാണ്. ഇവിടുത്തെ ഈ തണ്ണിമത്തങ്ങയുടെ വലുപ്പം കണ്ടോ, നല്ല പൈ മാങ്ങയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഇതാ വരണ വഴിക്ക് ഇവിടെ നിന്നൊരു ചെറിയ മാർക്കറ്റൊക്കെ കണ്ടു. അവിടെ ഒരു സൈൻ ബോർഡുണ്ട്, അവിടെയാണ് നമ്മൾ പോകുന്നത്. എന്താ സൈൻ ബോർഡ് താ ഞങ്ങൾക്ക് പോറോ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇതിൻ്റെ അടുത്തെത്തിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സൈൻ. ഈ മ്യൂറൽ നമുക്ക് ഫിറ്റ് ചെയ്യണം. ഈ കുന്തം ആക്ച്വലി ഇതാണ് ഭയങ്കര ഒരു ഫേമസ് സംഭവത്തിൽ കണ്ടതാണ്. ഇതാണ് കാൺകൂൺ. അങ്ങനെ ഞങ്ങൾ ആ സംഭവത്തിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ഭയങ്കരമായിട്ട് മഴക്കാറ് വരുന്നുണ്ട്. മഴ പെയ്യുമെന്നറിയില്ല. ഞങ്ങൾ നിന്നിട്ടൊന്നും മഴ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇനിയിപ്പോൾ മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നടക്കുക. പക്ഷേ നല്ല സമയമാണ് മഴ പെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മരത്തിൻ്റെ താഴെ പക്ഷേ അപ്പുറത്തേക്കും മഴ കുറഞ്ഞു. ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലേ? സ്പ്രേ മഴയോ? സ്പ്രേ മഴ എന്നാണ് വിദഗ്ധകൾ ഇവിടെ വിലയിരുത്തുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇപ്പോഴേ നാട്ടിലെ പോലെ കല്ലും മണ്ണൊക്കെ ഉള്ളൊരു വഴി, എന്തോ വഴി പണി നടക്കുമെന്ന് തോന്നുന്നു. കൺസ്ട്രക്ഷൻ സൈറ്റ് വരെ ഉണ്ട്. ഞങ്ങൾ അതിലേ വന്ന്. ഇവിടെ എല്ലാം നല്ല വൃത്തിയുള്ള വലിയ ബിൽഡിങ്ങുകളാണ്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം നമ്മളെ കണ്ട കാസലിൻ്റെ ബാക്ക് സൈഡാണിത്. അതുകൊണ്ടാണ് അറിയത്തില്ല. ഇവിടെ എല്ലാം നല്ല സെറ്റപ്പ് ബിൽഡിങ്ങുകളാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഇംഗ്ലണ്ടിൽ കാണുന്ന കൺസ്ട്രക്ഷനേക്കാളും ഭയങ്കര ഡിഫറെൻ്റാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ. വാട്ട് ഡു യു തിങ്ക്? ഡു യു അഗ്രി? സ്കാൻഡിനേവിയൻ അല്ല, ഇത് ബാൾട്ടിക് അങ്ങനെ എന്തോ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലാണ്. ഇതൊക്കെ ഇത്രയും പോഷൻ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പാലായിലുള്ളൊരു പള്ളിയൊക്കെ പോലെയുണ്ട്. ഇവിടെ ഇപ്പോൾ അപ്പടി വെഡ്ഡിങ് സീസണാണ് എല്ലായിടത്തും. വെഡ്ഡിങ് ഇന്നലെ ഞങ്ങൾ പോയപ്പോഴൊക്കെ വെഡ്ഡിങ്ങിൻ്റെ ഇതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആക്ച്വലി ഞങ്ങൾ നടന്നു വന്ന് ഇപ്പം നമ്മളെ കണ്ട പാലായിലെ പള്ളി എന്ന് പറഞ്ഞ സാധനമാണ് ടൗൺ ഹാള്. ഇത് തപ്പിയായിരുന്നു വന്നത്, ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ ഇവിടെ അപ്പടി കൺസ്ട്രക്ഷൻ കാരണം ഇവിടെ മൊത്തം ഇങ്ങനെ ഇത് വെച്ചിരിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളൊരു വെഡ്ഡിങ് കപ്പിളിനെ കണ്ടില്ല, അവർ ആക്ച്വലി അതിനകത്തോട്ട് പോയി. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വിചാരിക്കുക വേറെ എങ്ങനെയെങ്കിലും നടക്കാമെന്നുള്ളത്. പക്ഷെ ഇവിടെ അപ്പടി ഇങ്ങനെ കല്ലും മണ്ണും കുറേ നാൾ കഴിയുമ്പോൾ ഇവിടെയൊക്കെ നന്നാവുമായിരിക്കും. അങ്ങനെ നടന്ന് ഞങ്ങളൊരു നേരത്തെ കണ്ട പുഴയില്ലേ, ഇത് പുഴയല്ലേ? ഇത് പുഴയാണോ? ഡു യു അഗ്രി? അല്ലേ? ആ പുഴയാണടി. പുഴയുടെ നിശംശയം എന്നാണോ? എനിക്ക് സംശയം കേട്ടെ. ഇവിടെ വേറൊരു വെഡ്ഡിങ് പാർട്ടി ഉണ്ട്. എല്ലായിടത്തും വെഡ്ഡിങ് പാർട്ടിയാണ്. അവിടേക്ക് ഇരിക്കുക കേട്ടോ. ഇഫ് യു വാണ്ട് വി ക്യാൻ സിറ്റ് ദെയർ. ഇതാ അവരവിടെ ഇരിക്കുന്നു. ഈ ചേർച്ചിൽ ഇപ്പോൾ ഒരു വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോ എടുത്തില്ല. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പേരേ ഉള്ളൂ. അവിടെ കുറച്ച് ആൾക്കാർ ചൂണ്ടയിടുന്ന വ്യക്തികളെ നമുക്ക് സൂം ചെയ്ത് നോക്കാം. കേട്ടോ അതെ ഡൂയിങ് ഉണ്ടോ? ലിത്വേനിയൻ അപ്പാപ്പൻ ചൂണ്ടയിടുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ആവേശം കൂടും. ഇനി എന്താ, മേഘമൊക്കെ കുറച്ച് വൃത്തിയായി. മഴ പിന്നീട് പെയ്തില്ല. ഇതൊക്കെ നല്ല രസമുണ്ട്. ഇവിടുത്തെ ഈ കല്ലിട്ടിട്ടാണ്. ഇതിനാണോ കോബിൾ സ്ട്രീറ്റ്സ് എന്ന് പറയണേ? ഡു യു തിങ്ക്? അല്ല, ഇതല്ലേ കോബിൾ സ്ട്രീറ്റ്സ്? അതെ, നല്ല രസമുണ്ട് കാണാൻ. നൈസ്. ഇപ്പം കാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആ സത്യം. ഇച്ചിരോടെ ഒന്ന് നല്ല ഉടുപ്പായിരുന്നു. ഞങ്ങളവിടെ പോയി കയറി നിന്നാണ്. മറ്റൊരു ചെറിയ ഷാമ്പയിലും സ്നാക്കൊക്കെ കഴിച്ച് സെറ്റായനെ. എനിവേ, എങ്ങനെയുണ്ട് കുട്ടിയുടെ ഈ ദിവസം പോകുന്നത്? ഹൗ ഇസ് ഇറ്റ് ഗോയിങ്? ഇസ് ഇറ്റ്, ആർ യു ലൈക്കിങ് ഇറ്റ്? ഇടയ്ക്കൊന്ന് തണുത്തായിരുന്നു, ഇപ്പം ശരിയായോ? Okay. I will see you some point later. രണ്ട് കപ്പിൾസ് ഉണ്ട്. അല്ല, ഷൂട്ട് ഇട്ടത് ഇത് ബ്രൈഡ്സ് മെയ്ഡാന്ന് തോന്നുന്നു.
അപ്പം ഞങ്ങളിന്ന് ഞങ്ങളുടെ ഡേ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ഇതൊക്കെ പണ്ടേ പറയണ്ടല്ലോ. ഇപ്പോഴാണ് ഡേ ട്രിപ്പായത്. ഇപ്പോൾ നമ്മൾ പിക്നിക് ചെയ്തപ്പോൾ നമുക്ക് ഡേ ട്രിപ്പായത്. ഇത് ടെക്നിക്കലി നമ്മൾ ഡേ ട്രിപ്പാണ്. കാരണം നമ്മൾ 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് വിൽനസിൽ നിന്ന് ഇവിടെ വരെ വന്നിരിക്കുക. ഇനി ഇവിടുന്ന് ഒരു സാധനം കൂടി കാണാനുണ്ട്. അത് ആക്ച്വലി കുറച്ച് ദൂരെയാണ്. അതിനി കാണാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ദൂരമായി. ഇപ്പം നമുക്ക് നേരത്തെ പോകണം. നമുക്ക് സൂപ്പിസി പോയിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യായിരുന്നു. നമ്മൾ എത്ര മണിക്കാണ് വന്നേ? 11 മണിക്ക് വന്നു. 2 മണിക്കൂർ കൂടെ സ്പെൻഡ് ചെയ്തു. Do you need more time? No. All right, thank you. Okay. ഞാനതിനെ തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വെഡ്ഡിങ്ങിൻ്റെ ഇത് വെക്കണേ ഇവർ. എന്നിട്ട് ഇനി കുറച്ച് ഇറങ്ങിയപ്പോൾ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിക്കും. 2 സ്ഥലത്താണ് ഇതിപ്പോൾ കാണുന്നത്. ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ അപ്പോൾ ഔട്ട്ഡോർ നല്ല നമ്മൾ നേരത്തെ നോക്കി കുറേ ആൾക്കാരോട് ഭക്ഷണം കഴിക്കുന്നുണ്ടില്ലേ പുഴയുടെ തീരത്ത്. അതുപോലെ ടു ബി ഓണസ്റ്റ് നമുക്ക് അങ്ങോട്ട് അരിയും വേണ്ടത്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. നമ്മളങ്ങനെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു. 3 മിനിറ്റോടെ ഇനിയിപ്പോൾ കഴിയുമ്പോൾ ബസ് വരും. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടുപിടിച്ചത് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റ്. ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് വിൽനിയസ്. ഇത് ഇവരുടെ ഓൾഡസ്റ്റ് യൂണിയാണ്. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ പുറകുവശം. ആ പാലം അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇവിടെയായിരുന്നു നമ്മൾ, ഇതിൻ്റെ ആ വളവിൻ്റെ അപ്പുറമാണ് നമ്മൾ നേരത്തെ നിന്നിരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഒരു സബ്വേയിലെത്തി. സബ്വേ കയറി അപ്പുറത്തെ സൈഡ് റോഡ് ക്രോസ് ചെയ്യുക. ഇത് ഡിസേബിൾഡ് വേ. സോ നമ്മൾ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ബസ് പോയി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വേറെ 1:15 ഒരു ബസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2:15 ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിക്കറ്റ് ഓൾറെഡി നമ്മൾ എടുത്തു. ഇപ്പോൾ ആക്ച്വലി കുറച്ച് പൈസ കുറവുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്തത്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അത് അവിടെ നിന്ന് എടുത്തത്. എന്താ അങ്ങനെ വ്യത്യാസം വന്നതെന്ന് അറിയില്ല. അങ്ങനെ ഇനി കുറച്ച് നേരം ഞങ്ങളിവിടെ കുറേ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, അവിടേക്കൊന്ന് കയറിയിട്ട് കറങ്ങിടക്കാം. ആക്ച്വലി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ട് പോലെ ഇരിക്കണത് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ എയർപോർട്ട് പോലെ ഇരിക്കണേ. ഇത് അതിനകത്തൊരു സൂപ്പർ മാർക്കറ്റ്, നല്ല സെറ്റപ്പാട്ടോ. ഇപ്പോൾ ഞങ്ങൾ റിമി എന്ന് പറഞ്ഞ് ഇവിടെ വന്നതാണ് ഒരു സൂപ്പർ മാർക്കറ്റിലപ്പോഴാണ് ഞാനിവിടെ ഒരു ആൽക്കഹോൾ ഇരിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആക്ച്വൽ ബാർലി അല്ലേ, ഇത് ബാർലി എന്നോ അത് എടുക്കുന്ന രസമാണ് കാണാൻ. ഈ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ ഇവിടുത്തെ ആപ്പിളിൻ്റെ വലിപ്പം ഭയങ്കര, നമുക്ക് വീഡിയോയിൽ എന്തോരം കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ട് തക്കാളിയും വലിപ്പമുള്ള തക്കാളി, പക്ഷേ ആപ്പിൾ ഹ്യൂജാണ്. ഇതാണ് വലിപ്പം വ്യത്യാസം. ഈ റെഡ് ആപ്പിൾ ഇപ്പം ഞാൻ എടുത്തു വെച്ചത് അതാണ് ചെറിയ ആപ്പിള്, സാധാരണ ആപ്പിള്. ബാക്കി ആപ്പിളിൻ്റെ വലിപ്പം കണ്ട. ഒരു സൈസ് ചെറിയ വാട്ടർമെലണും ഉണ്ട് ഇവിടെ. മാങ്ങയൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് നമ്മളവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും പുതുതായിട്ടൊന്നും കണ്ടൊന്നുമില്ല. ഇതെല്ലാം ഡ്രൈഡ് ഫ്രൂട്ട്സും ഒക്കെയാണ്. ഞങ്ങൾ നാഷണൽ എക്സ്പ്രസിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള വണ്ടി വന്നു. കയറി മെച്ചമുള്ള വണ്ടിയൊന്നുമില്ല. നേരത്തെ നല്ല വോൾവോടെ പുതിയ വണ്ടിയാണ്. ഇതിൽ ചാർജിങ് ഒന്നുമില്ല. ഓണം പോലെ. No tai jasne, taip, praneša, aš pavyzdžiui, rytoj tai visą Lietuvą paulius lyja. Stotis nevyviena, stotis nuna station. Gerai. Nu, tai skaniai pasibūtų. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ റിമീലാണ് നമ്മൾ പോയത്. Skaniai jums pasibūtų. ഇനി ഒരു 1.25 മണിക്കൂറുകൾ കഴിയുമ്പോൾ സ്ഥലത്തെത്തും.
അങ്ങനെ ഞങ്ങൾ എത്തി, തിരിച്ചെത്തി. തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തി, നാഷണൽ എക്സ്പ്രസ് സ്റ്റാൻഡിലെത്തി. ഇനി നമ്മൾ അതെ, ഇനിയിപ്പോൾ അടുത്ത ബസ് എടുത്തിട്ട് വേണം ഉസുപ്പിസി പോവാൻ. അല്ലേടി? ഉസുപ്പിസ് അവളുടെ ഫേവറേറ്റ് സ്ഥലം, അതുകൊണ്ട് ഇതാണ് ഇന്നലെ വൈകിട്ട് നമ്മൾ സാധനം മേടിച്ച് ഈ നമ്മൾ വെള്ളം വാങ്ങിച്ചത്. ഇതാണ് ബസ് സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ്റെ ഒരു സൈഡ്. അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. കുറച്ചടുത്തായിരുന്നു. അതെ, എല്ലാവർക്കും ഒരു അത്ഭുതമാണ് നമ്മളെ കാണുമ്പോൾ. നമ്മുടെ സമ്മർ ഔട്ട്ഫിറ്റ് കണ്ടിട്ടുള്ള അത്ഭുതമായിരിക്കും അവർക്ക്. ഇല്ല കേട്ടോ, പക്ഷേ ശരിയാ, എല്ലാവരും ഒരു ജാക്കറ്റ് പോലത്തെ ഒരു ചെറിയ സാധനം എന്തെങ്കിലും ഇടും. എല്ലാവരും ഒരു ചെറിയ സാധനം എന്തെങ്കിലുമൊക്കെ ഇടും. നമ്മുടെ ഇൻസ്റ്റീൻ കുഞ്ഞപ്പൻ, ഇൻസ്റ്റീൻ കുഞ്ഞപ്പനല്ല, ഇൻസ്റ്റീനല്ല, അതന്നെ, നീ, എസ്പെഷ്യലി നീ, തും. ആക്ച്വലി ഞങ്ങൾ ബസ് എടുത്തില്ല. ബസ് എടുക്കാതെ തന്നെ കാരണം എന്താ വെച്ചാൽ, ബസ്സിൽ നോക്കിയപ്പോൾ ബസ്സിൽ 2 സ്റ്റോപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 11 മിനിറ്റ് പിന്നെയും നടക്കണം ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട്. മൊത്തം ഈ സ്ഥലത്തേക്ക് നടന്നു പോകാൻ 21 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ പിന്നെ ബെറ്റർ നടക്കുമല്ലേ. പിന്നെ ബസ് വരണ സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്യണം അതിനകത്ത്. അപ്പോൾ പിന്നെയും താമസമാവും. നല്ല രസമുണ്ട് കാണാൻ. ആക്ച്വലി നല്ല വെതർ ആയതുകൊണ്ട് നടക്കാൻ നല്ല രസം. നടക്കുന്ന വഴിയുണ്ടോ, നല്ല രസമുള്ളൊരു പെയിൻറ്റിങ്. നല്ല കേട്ടോ നടക്കുമ്പോൾ. ഇതൊക്കെ എന്താണോ ഇതിനകത്ത്? നമ്മൾ നടന്ന ഒരു ആലിവയിൽ വന്നിക്കോ. ഞാൻ വിചാരിച്ച വണ്ടി വരില്ല, ഇതാ വരുന്ന വണ്ടി. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് 1 way ഐ തിങ്ക്. നോക്കാം, വണ്ടിയുടെ സൈഡൊക്കെ തട്ടുക. ഇല്ല, വാവ്. എന്താണ്? ഓ, അത് കൊള്ളാം. നമ്മൾ ഉസുപ്പിസിൻ്റെ പ്രത്യേകതയാണ്, മൊത്തം ആർട്ടിസ്റ്റുകളാണ്. ചെന്നമ്പിന്നാണ് ഇത്. ആക്ച്വലി ക്യാംഡൻ ടൗൺ ആണ്. ക്യാംഡൻ ടൗണിൻ്റെ ലിത്വേനിയൻ വേർഷനാണ് ഉസുപ്പിസ്. നമ്മളിങ്ങനെ വേറൊരു സ്ട്രീറ്റിലെത്തി. നമ്മളിപ്പോൾ വന്നത് ഇതിന് തൊട്ട് മുന്നേ നമ്മൾ മറ്റേ പോർട്ടലിൻ്റെ സ്ട്രീറ്റിലായിരുന്നു. പോർട്ടലിൻ്റെ മുന്നിൽ കൂടെ വന്നത്. ഇപ്പോൾ വന്നപ്പോൾ അയർലൻഡിലായിരുന്നു ഹോട്ടൽ നിൽക്കുന്നത്. ആ രസമുണ്ട്. ഇപ്പോൾ സാറ്റർഡേ ആയിട്ടും വലിയ തിരക്കൊന്നുമില്ല. തിരക്കുന്ന സ്ഥലത്ത് ആൾക്കാർ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ചെറിയ കടകളൊക്കെ ആയിട്ട് വാങ്ങിയ. നല്ല രസമുള്ള ആലിവൈകളാണ് ഇവിടെ മൊത്തം. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ട ചേർച്ച അന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിലായിരുന്നു നമ്മൾ വണ്ടി മാറ്റുന്നതിൻ്റെ വീഡിയോ എടുത്തത്. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇതിലിറങ്ങി വന്നിട്ട് നമുക്ക് ആക്ച്വലി സ്റ്റാമ്പെല്ലാം കിട്ടി. നമ്മൾ അവരുടെ ബോർഡർ കൺട്രോളിൽ പോയിട്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. സെവനിയർ സ്റ്റാമ്പ് അതെല്ലാം കിട്ടി. എന്നിട്ട് നമ്മൾ പോവുക. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു പോണ വഴി ഒന്ന് ഡീറൂട്ട് ചെയ്ത് വേറെ ആലിവയിൽ കയറുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല രസമുള്ള പബ്ബുകളും റെസ്റ്റോറൻറ്റുകളാണ് മൊത്തം. നല്ല ഭംഗിയാണ് കേട്ടോ, അല്ലേ? ഞങ്ങളങ്ങനെ നടന്നിട്ട് ഇവിടെ ഒരു ഫൗണ്ടൻ്റെ അടുത്തെത്തി. ഈ സൈഡിൽ നിന്ന് നല്ല തണുത്ത കാറ്റടിക്കുന്നു. ആക്ച്വലി ചുറ്റുമ്പുറമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. അങ്ങനെ 6 മണിയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. മൊത്ത സാധനങ്ങളൊക്കെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ അവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നു. വൈകിട്ടത്തേക്ക് നാളെ രാവിലത്തേക്കൊക്കെ ഉള്ളത് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ പോകണം. അങ്ങനെ ലിത്വേനിയൻ ട്രിപ്പ് ഈസ് കമ്മിങ് ടു ആൻ എൻഡ്. പക്ഷെ നല്ലതായിരുന്നു. ഇന്ന് ഒരുപാട് നടന്നു, കണ്ടമാനം നടന്ന് നല്ല എക്സസൈസ് ആയിരുന്നു. നടന്ന് ഒരുപാട് പോവാത്ത സ്ഥലങ്ങൾ പോയി. വളരെ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു. നല്ല വെതറും, മഴ പെയ്തില്ല. സോ വാസ് എ പ്ലസ്. പിന്നെ തണുപ്പുണ്ടായിരുന്നില്ല, വിച്ച് ഈസ് ഓൾസോ എ പ്ലസ്.
എനിവേ അടിപൊളി. നമ്മളങ്ങനെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് പോവാം. ഭയങ്കര ഇന്ന് മഴ ദിവസമാണ്. ആക്ച്വലി അത് നന്നായി. ലാസ്റ്റ് ദിവസമാണ് മഴ പെയ്തുള്ളൂ. അല്ലായിരുന്നെങ്കിൽ നല്ല പാടാനെ. ഞായറാഴ്ച ആയതുകൊണ്ട് ഒറ്റ വണ്ടിയില്ല. ഒരു ബസ് വരണോ, 1-2 ബസ്സുകൾ മാത്രമേ കാണുന്നുള്ളൂ. ക്വയറ്റാന്ന് തോന്നുന്നു. ബസ് എടുത്തിട്ട് വേണം ഇനിയിപ്പോൾ എയർപോർട്ടിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പ് എത്താറ. ഇവിടെ നിറയെ പൂക്കളുണ്ട്. ഇത് പബ്ബോ അല്ല, കിച്ചൺ ഗേ പബ്ബെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് നമ്മൾ ആദ്യമായിട്ടാണ് പോണേ. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ നമ്മൾ പോയി. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങോട്ടും പോയി. ഇങ്ങടായിരുന്നു നമ്മുടെ അക്കോമഡേഷൻ. അതാണ് ഞാൻ പറഞ്ഞത്, നോഡ് സെക്യൂരിറ്റി. ഇത് നോഡ് VPN ആണോ എന്നറിയത്തില്ല. ഞാൻ നോഡ് VPNൻ്റെ പരസ്യം കണ്ടായിരുന്നു വരണ വഴിക്ക്. മിക്കവാറും ആ ബസ്സായിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ക്യൂ ആയിരുന്നു സെക്യൂരിറ്റി വന്നിട്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് ചെക്കിനൊക്കെ ചെയ്ത് സ്മൂത്തായിരുന്നു സെക്യൂരിറ്റി. സോറി. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു. ആക്ച്വലി നമ്മൾ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഗേറ്റിലേക്ക് പോവാം. എന്താ അതെ, ഞങ്ങളങ്ങനെ ബോർഡിങ് സെക്യൂരിറ്റി എല്ലാം കഴിഞ്ഞു. ചെക്ക് ഇൻ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് ബാക്കിലൂടെ കയറണ്ടേ. കമാമോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ട്രെയിൻ സ്റ്റേഷനിലൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രെയിൻ വരുവാണല്ലോ. അടുത്തില്ല. ഞാൻ ഇറക്കറോ. എനിക്ക് വീടെത്തി. എനിക്കാണ് ജലദോഷം, തുമ്മൽ എല്ലാമാണ്. ഞാൻ അങ്ങനെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയത്. അങ്ങനെ ലിത്വേനിയൻ സിറ്റി ബ്രേക്കിന് വിരാമമായി.